എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റർ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും, കമ്പ്യൂട്ടർ പ്രോഗ്രാമർ, അതായത് മത്സ്യഫെഡിലേക്കുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമറും അതുകൂടാതെ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിലേക്കുള്ള അസിസ്റ്റന്റ് പ്രോഗ്രാമിന്റെ നോട്ടിഫിക്കേഷൻ കേരള PSC ഇപ്പം പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കാറ്റഗറി നമ്പർ നോക്കുക, 442/2025 ആണ് അസിസ്റ്റന്റ് പ്രോഗ്രാമറിന്റെ എന്താണ് കാറ്റഗറി നമ്പർ 442/2025 ആണ്. അതുകൂടാതെ കമ്പ്യൂട്ടർ പ്രോഗ്രാമറിന്റെ കാറ്റഗറി നമ്പർ 460/2025 ആണ്. അപ്പൊ ഡിസംബർ മാസം അവസാനം വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് തീയതി, ഡിസംബർ 31. ഓക്കെ ആണ്. അപ്പൊ അതിനുള്ളിൽ തന്നെ എല്ലാവരും കൃത്യമായി അപ്ലൈ ചെയ്യുക. നോക്കുക, ആദ്യം അസിസ്റ്റന്റ് പ്രോഗ്രാമർ വിളിച്ചേക്കുന്നത് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിലേക്കാണ് അസിസ്റ്റന്റ് പ്രോഗ്രാമർ വിളിച്ചേക്കുന്നത്. അതിന്റെ കാറ്റഗറി നമ്പർ നോക്കുക, 442/2025 ആണ്. അതാണ്ട് സാലറി നോക്കുക, സ്കെയിൽ ഓഫ് പേ 56,500 തൊട്ട് 1,18,100 രൂപ വരെയാണ് എന്താ സാലറി പറഞ്ഞേക്കുന്നത്. അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഏറ്റവും സൂപ്പർ ജോബാണ്. കാര്യം എന്ന് വെച്ചാൽ സാലറി എന്ന് വെച്ചാൽ നല്ല ഹൈ സാലറി ആണ്. കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിലേക്കുള്ള അസിസ്റ്റന്റ് പ്രോഗ്രാമർ. നോക്കുക, നമ്പർ ഓഫ് വേക്കൻസി 1 ആണ്. വേക്കൻസിയുടെ കാര്യത്തിൽ കാര്യമില്ല. കാര്യം എന്ന് വെച്ചാൽ ഒരു വേക്കൻസി വന്ന് അത് ചിലപ്പോൾ 50 ആവാം, 40 ആവാം, 100 ആവാം, അങ്ങനെ പോവാം. ഏകദേശം 3 വർഷമാണ് ഈ ലിസ്റ്റിന്റെ കാലാവധി. അപ്പൊ തുടക്കത്തിൽ ഒരു വേക്കൻസിയാണ് വരുന്നത്, അത് ഓരോ വർഷം കഴിയുമ്പോൾ കൂടി വരാം. ഏജ് ലിമിറ്റ് 22 തൊട്ട് 40 വയസ്സ് വരെയാണ്. അതേപോലെ ഏജ് റിലാക്സേഷൻ ഉള്ളവർക്ക്, റിസർവേഷൻ ഒക്കെ ഉള്ളവർക്ക് വീണ്ടും ഏജ് അധികം കിട്ടും കേട്ടോ. ഓക്കെ, അപ്പം അടുത്ത സ്ലൈഡിലോട്ട് നമുക്ക് പോവാം. നോക്കുക, ക്വാളിഫിക്കേഷൻ, അസിസ്റ്റന്റ് പ്രോഗ്രാമറിന്റെ ക്വാളിഫിക്കേഷൻ BTech കമ്പ്യൂട്ടർ സയൻസ്, അതുകൂടാതെ ഇൻഫർമേഷൻ ടെക്നോളജി ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, MSc കമ്പ്യൂട്ടർ സയൻസ്, അതുകൂടാതെ MCA ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. അപ്പൊ MCA ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം, MSc ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. BTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി, ഇതാണ് അസിസ്റ്റന്റ് പ്രോഗ്രാമറിന്റെ ക്വാളിഫിക്കേഷൻ. അടുത്തതാണ് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ആണ്. കമ്പ്യൂട്ടർ പ്രോഗ്രാമർ മത്സ്യഫെഡ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് വിളിച്ചേക്കുന്നത്. അതാണ് നോക്കുക, സ്കെയിൽ ഓഫ് പേ എന്ന് പറഞ്ഞാൽ 27,800 തൊട്ട് 59,400 വരെയാണ്. അവിടെ നമ്പർ ഓഫ് വേക്കൻസി നോക്കുക, 1 ആണ്. അപ്പൊ എന്താ വേക്കൻസി കൂടി വരും. ഇത് 3 വർഷമാണ് ലിസ്റ്റ്. അപ്പൊ നിലവിൽ ഒരു വേക്കൻസി ആണ്, ഈ വേക്കൻസി കൂടി വരാം. അവിടെ ഏജ് ലിമിറ്റ് 18 തൊട്ട് 40 വയസ്സ് വരെയാണ്. അപ്പൊ ഏജ് റിലാക്സേഷൻ ഉള്ളവർക്ക് വീണ്ടും എഴുതാൻ പറ്റും കേട്ടോ. ഏജ് കൂട്ടി വരും, 3 വർഷം 5 വർഷം ഏജ് കൂട്ടും. അതിന്റെ ക്വാളിഫിക്കേഷൻ ശ്രദ്ധിക്കുക. ഇതാണ് ക്വാളിഫിക്കേഷൻ, MCA അല്ലെങ്കിൽ BTech കമ്പ്യൂട്ടർ സയൻസ്, BTech IT അല്ലെങ്കിൽ MCA ആണ് ക്വാളിഫിക്കേഷൻ. പ്രോഗ്രാമറിന്റെ ഈ പ്രോഗ്രാമിന്റെ കേസ് എന്ന് വെച്ചാൽ നോക്കുക, കഴിഞ്ഞ തവണ യൂണിവേഴ്സിറ്റീസിൽ പ്രോഗ്രാമർ വിളിച്ചപ്പം നമ്പർ ഓഫ് വേക്കൻസി, ഒരു വേക്കൻസിയാണ് ഉണ്ടായിരുന്നത്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ, ഒരു വേക്കൻസി കൂടി 50 ആവാം, 40 ആവാം, 100 ആവാം, എന്ത് വേണമെങ്കിലും ആവാം. അപ്പൊ നോക്കിയോ, നമ്പർ ഓഫ് വേക്കൻസി 1 ആയിരുന്നു. പക്ഷെ ടോട്ടൽ അഡ്വൈസ് 22/9/2025 വരെ ടോട്ടൽ അഡ്വൈസ് ഇവിടെ ഒരു വേക്കൻസി ആയിരുന്നു. അപ്പൊ ടോട്ടൽ അഡ്വൈസ് എത്ര പേർക്ക് കിട്ടി? 43 പേർക്ക് അഡ്വൈസ് പോയി. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു വേക്കൻസി 43 പേർക്ക് ജോലി കിട്ടി. അപ്പൊ അതാണ് ഈ പോസ്റ്റിന്റെ ഗുണം, ഏറ്റവും സൂപ്പർ പോസ്റ്റാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, വേക്കൻസി 1 or 2 ഉള്ളൂ എന്ന് വെച്ച് പഠിത്തം ആരും മുടക്കരുത്. നമ്മൾ ഒരു എക്സാമിന് തയ്യാറെടുത്താൽ അത് അതീവ ആഗ്രഹത്തോടുകൂടി നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കണം, എങ്കിൽ മാത്രമേ ജോലി കിട്ടത്തുള്ളൂ. നമ്മൾ ഇനി സിലബസിലോട്ടാണ് വരുന്നത്. സിലബസിലോട്ട് വരുമ്പോൾ നോക്കുക, നമുക്ക് പ്രോഗ്രാമിന്റെ കോഴ്സിൽ മാത്സ് ഉണ്ട്. മാത്സിനകത്ത് തന്നെ നോക്കുക, ഡിസ്ക്രീറ്റ് മാത്സ്, പ്രോബബിലിറ്റി, സ്റ്റാറ്റിക്സ്. അപ്പൊ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സും പ്രോബബിലിറ്റി സ്റ്റാറ്റിക്സും കൂടെ 12 മാർക്കാണ്. അപ്പൊ ടോട്ടൽ മാത്സ് 12 മാർക്കാണ്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ടോട്ടല് 14 മാർക്കാണ്. ഡേറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് പ്രോഗ്രാമിംഗ് ഇൻ സി, ഡേറ്റ സ്ട്രക്ചറും അതുപോലെ C പ്രോഗ്രാമിംഗ് കൂടെ 12 മാർക്കാണ്. ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ത്രൂ C++ അല്ലെങ്കിൽ ജാവ എത്ര? 12 മാർക്കാണ്. ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം 12 മാർക്കാണ്. ഓക്കെ ആണേ. നോക്കുക,
അടുത്ത ക്ലയന്റ് സെർവർ ആർക്കിടെക്ചർ ആൻഡ് വെബ് പ്രോഗ്രാമിംഗ് 12 മാർക്കാണ്. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആൻഡ് പ്രോഗ്രാമിംഗ് 14 മാർക്കാണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എത്ര 12 മാർക്കാണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് 12 മാർക്കാണ്. അപ്പൊ ടോട്ടൽ ഇങ്ങനെ 100 മാർക്കാണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് 12 മാർക്ക്, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആൻഡ് പ്രോഗ്രാമിംഗ് 14 മാർക്ക്, ക്ലയന്റ് സെർവർ ആർക്കിടെക്ചർ ആൻഡ് വെബ് പ്രോഗ്രാമിംഗ് 12 മാർക്ക് ആണ്. നോക്കുക ഡിസ്ക്രീറ്റ് മാത്സിന് 12 മാർക്ക്, ഡീറ്റെയിൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം 14 മാർക്ക്, ഡേറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് പ്രോഗ്രാമിംഗ് സി പ്രോഗ്രാമിംഗ് 12 മാർക്ക്, ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ത്രൂ C++ ജാവ എത്ര 12 മാർക്ക്, ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം 12 മാർക്ക്. ടോട്ടൽ 100 മാർക്കാണ്. അടുത്ത നമ്മള് സിലബസിലേക്ക് വരുവാണെങ്കിൽ നോക്കുക ഡിസ്ക്രീറ്റ് മാത്സ്, അതുപോലെ പ്രോബബിലിറ്റി സ്റ്റാറ്റിക്സ് അതിന്റെ സിലബസ് ആണ്. കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്, ട്രൂത്ത് ടേബിൾ, അതുപോലെ ആൽജിബ്ര ഓഫ് പ്രൊപ്പോസിഷൻസ്, അതുപോലെ ലോജിക്കൽ ആർഗ്യുമെന്റ് സെറ്റ്സ്, ഓപ്പറേഷൻ സെറ്റ്സ്, ബൈനറി റിലേഷൻ, ഫങ്ഷൻസ്. അപ്പൊ ഇതാണ് എന്താ മാത്സിന്റെ സിലബസ് എന്ന് പറയുന്നത്. നോക്കുക അടുത്തതാണ്ട് ഡീറ്റെയിൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഡീറ്റെയിൽ ലോജിക് സിസ്റ്റം, മൈക്രോ പ്രോസസർ ഉണ്ട്, അതുപോലെ മൈക്രോ പ്രോസസർ 8086 ഉണ്ട്, അതുപോലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. അപ്പൊ ഇത് ഇത്രയുമാണ് ഏതാ ഡീറ്റെയിൽ ഇലക്ട്രോണിക്സും കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് വരുന്നത്. നോക്കുക അടുത്ത ഡേറ്റ സ്ട്രക്ചേഴ്സ് ആണ്. പ്രോഗ്രാമിംഗ് ഇൻ സി എന്ന് വെച്ചാൽ ഡേറ്റ സ്ട്രക്ചേഴ്സ് ഉണ്ട്, അത് ബേസ് ആണ്. അത് കഴിഞ്ഞിട്ട് സി പ്രോഗ്രാമിംഗ് ഉണ്ട്. ആ സി പ്രോഗ്രാമിംഗ് നിങ്ങൾ നല്ല ഡെപ്തിൽ പഠിക്കണം. പ്രോഗ്രാംസും കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് അവിടെയാണ്. അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ നല്ല ഡിഫിക്കൽട്ട് ആണ്. അപ്പൊ ആ പ്രോബ്ലം ചെയ്ത് പഠിച്ചാൽ മാത്രമേ അത് കിട്ടത്തുള്ളൂ. അടുത്ത നോക്കുക ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ആണ്. അതും എന്താ 12 മാർക്കാണ്. നോക്കുക ഡേറ്റ അബ്സ്ട്രാക്ഷൻ ഉണ്ട്, എൻക്യാപ്സുലേഷൻ ഉണ്ട്, ക്ലാസ്സസ് ഉണ്ട്. നിങ്ങൾ ഡിഗ്രിയിലും അതേപോലെ തന്നെ ബിടെക്കിലൊക്കെ പഠിച്ച അതേ ടോപ്പിക് തന്നെയാണ് ഇതും. അടുത്ത ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം DBMS അതും 12 മാർക്ക്. ER മോഡല്, നോർമലൈസേഷന്, ആസിഡ് പ്രോപ്പർട്ടി, ട്രാൻസാക്ഷന്, കൺട്രോൾ, ട്രിഗേഴ്സ്, സ്റ്റോർഡ് പ്രൊസീജിയേഴ്സ് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്താണ് ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. ക്ലയന്റ് സെർവർ ആർക്കിടെക്ചർ ആൻഡ് വെബ് പ്രോഗ്രാമിംഗ് 12 മാർക്ക്. അതിനകത്ത് 2 and 3 ടയർ ക്ലയന്റ് സെർവർ ആർക്കിടെക്ചർ, വെബ് സർവീസ്, HTML, XML, അതേപോലെ പ്രോഗ്രാമിംഗ് ഫോർ ക്രിയേറ്റിംഗ് ഡൈനാമിക് വെബ് പേജസ്. അപ്പൊ ഇതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്താണ് ക്ലയന്റ് സെർവർ ആർക്കിടെക്ചർ ആൻഡ് വെബ് പ്രോഗ്രാം. ഇത് നോക്കുക കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആൻഡ് പ്രോഗ്രാം ഏറ്റവും ഇമ്പോർട്ടന്റ് സെക്ഷൻ ആണ്. കൃത്യമായി പഠിക്കണം. കൂടുതൽ മാർക്ക് വെയിറ്റേജ് ഉണ്ട്. 14 മാർക്കുണ്ട്. അതിനകത്ത് TCP/IP, OS, ISO, അതുപോലെ IP പ്രോട്ടോകോള്, ടെൽനെറ്റ്, HTTP, അതുപോലെ എല്ലാ കാര്യങ്ങളും വരുന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് പ്രോഗ്രാമിങ്ങിനകത്താണ് വരുന്നത്. ക്ലിയർ ആയിട്ട് പഠിക്കുക. 14 മാർക്കുണ്ട്. നല്ല വെയിറ്റേജ് ഉള്ള ടോപ്പിക്കാണ്. ഇനി നമ്മൾ തന്നെ നോക്കുക നമ്മൾ ഇതുവരെ കമ്പ്യൂട്ടർ പ്രോഗ്രാം നടന്ന എക്സാമിന്റെ ഒരു ഡിഫിക്കൽട്ടി നോക്കാം. ഓരോ ടോപ്പിക്കിന്റെ ഡിഫിക്കൽട്ടി നോക്കാം. ലോജിക്, സെറ്റ്, പ്രോബബിലിറ്റി അത് ക്ലിയർ ആയിട്ട് നിങ്ങൾ പഠിക്കണം. അതാണ് നമ്മൾ വെരി സ്ട്രോങ് എന്ന് ഇട്ടേക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ സിലബസ് കവറേജ് വെരി സ്ട്രോങ് എന്ന് വെച്ചാൽ നമ്മളെ കമ്പ്യൂട്ടർ പ്രോഗ്രാമിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മാത്സ് ചെയ്യുന്നത് വളരെ കുറവായിരിക്കും. അപ്പൊ മാത്സ് ഫോക്കസ് ചെയ്ത് നമ്മുടെ ക്ലാസ്സുകൾ വളരെ മികച്ച ക്ലാസ്സുകളാണ്. ശരത് സാറ് നയിക്കുന്ന മാത്സ് ക്ലാസ് ആണ്. അതുകൊണ്ട് ഏറ്റവും മികച്ച ക്ലാസ്സുകളാണ്. നിങ്ങൾ ഡെമോ ക്ലാസ് എല്ലാം കണ്ടുമാണ്. അപ്പൊ മാത്സിന് എത്ര വെയിറ്റേജ് ഉണ്ട്. അപ്പൊ മാത്സ് ബാക്കിയുള്ള സ്റ്റുഡൻസ് ചെയ്യാത്തപ്പോൾ നിങ്ങൾ അത് ചെയ്ത് കവർ ചെയ്തെടുക്കണം. അതുകൊണ്ട് തന്നെ വെരി സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ആ സിലബസ് പഠിക്കണം. ഓക്കെ ആണ്. അപ്പൊ അതിനകത്ത് ഡിഫിക്കൽട്ടി എന്ന് വെച്ചാൽ ഈസി ടു മീഡിയം, ചില സമയത്ത് ഈസി ആവാം, ചില സമയത്ത് മീഡിയം ലെവലിൽ ചോദിക്കാം. അപ്പൊ ചെയ്ത് പഠിക്കുന്നവർക്ക് ആ 12 മാർക്ക് കൃത്യമായിട്ട് കിട്ടും. അടുത്ത ബൂളിയൻ ആൽജിബ്ര കെ മാപ്പ് സ്ട്രോങ് ആയിട്ട് കവർ ചെയ്യണം. അതുപോലെ ഡിഫിക്കൽട്ടി മിക്കപ്പോഴും അത് മീഡിയം റേഞ്ച് ആണ് ചോദിക്കുന്നത്. അതുകൂടാതെ മൈക്രോ പ്രോസസ്സറും നിങ്ങൾ സ്ട്രോങ് ആയിട്ട് കവർ ചെയ്യണം. അത് ഡിഫിക്കൽട്ടി ലെവല് ഈസി ആയിരിക്കും. മൈക്രോ പ്രോസസ്സർ എന്നുള്ള ചോദ്യം ഈസി ആയിരിക്കും. നിങ്ങൾക്കറിയാം 8086 മൈക്രോ പ്രോസസ്സർ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതിനപ്പുറം ഒരു ചോദ്യം ചോദിക്കത്തില്ല. ആ സെയിം അതേപോലെയാണ് ചോദിക്കുക. അതുകൊണ്ടാണ് അത് പഠിക്കാൻ എന്താണ് അത് ഈസിയാണ്. ഡിഫിക്കൽട്ടി ലെവൽ എന്ന് വെച്ചാൽ ഈസിയാണ്. അതാണ് OS ഷെഡ്യൂൾ, ഡെഡ് ലോക്ക്, അതേപോലെ മെമ്മറി സ്ട്രോങ് ആയിട്ട് പഠിക്കണം. അത് ഈസി മീഡിയം ആണ്. ചിലപ്പോൾ ഈസി വരാം, ചിലപ്പോൾ മീഡിയം ചോദ്യങ്ങൾ വരാം. അതേപോലെ ഡേറ്റ സ്ട്രക്ചേഴ്സിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കഴിഞ്ഞ തവണത്തെ പ്രോഗ്രാമർ നല്ല ടൈറ്റ് ആണ്. ഓക്കെ, ഡേറ്റ സ്ട്രക്ചർ കാര്യം എന്ന് വെച്ചാൽ അത് നല്ല ഡെപ്തിൽ കേരള PSC ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ വെരി സ്ട്രോങ് ആയിട്ട് നിങ്ങൾ അത് സിലബസ് കവർ ചെയ്യണം. അതിന്റെ ചോദ്യങ്ങൾ മീഡിയം ടു ഹാർഡ്, അത് മീഡിയം വരുത്തുള്ളൂ, ചിലപ്പം അത് ഹാർഡ് ആവാം. അത് കൂടാതെ നോക്കാം സി കൺസെപ്റ്റ് സ്ട്രോങ് ആയിട്ട് പഠിക്കണം. അത് കഴിഞ്ഞ തവണ ഒരു ഈസി ലെവൽ ചോദ്യമായിരുന്നു. അപ്പൊ നിങ്ങളൊരു മീഡിയം ലെവലിലുള്ള ചോദ്യങ്ങൾ അത് പ്രിപ്പയർ ചെയ്യണം സി പ്രോഗ്രാമിങ്ങിന്റെ. അത് കൂടാതെ C++, ജാവ, ആപ്പ് എന്ന് വെച്ചാൽ സ്ട്രോങ് ആണ്. മീഡിയം ലെവൽ ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ നോക്കുക, ശ്രദ്ധിക്കുന്നുണ്ട് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് വെരി സ്ട്രോങ് കൊടുക്കാൻ കാര്യം എന്ന് വെച്ചാൽ
നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, കഴിഞ്ഞ പ്രീവിയസ് ചോദ്യം കമ്പ്യൂട്ടർ നെറ്റ്വർക്കും അതുപോലെ ഡേറ്റ സ്ട്രക്ചറും നല്ല ടൈറ്റ് ചോദ്യങ്ങളാണ് വന്നത്. അപ്പൊ അത് കൃത്യമായി നല്ല ഡെപ്തില് സിലബസിലോട്ട് ഇറങ്ങി നിങ്ങൾ പഠിക്കണം, എങ്കിൽ മാത്രമേ PSC ചോദിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ ആണ്. അപ്പൊ നമ്മൾ പഠിത്തം ഇന്നു മുതൽ തന്നെ നിങ്ങൾ തുടങ്ങണം. ടെക്നിക്കൽ ടീം തയ്യാറാക്കിയാണ് നോക്കുക. വേണ്ടേ, നമ്മള് പ്രീവിയസ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിനകത്ത് തിയറി ബേസ്ഡ് ചോദ്യങ്ങൾ, തിയറി ബേസ്ഡ് 100 ചോദ്യം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. അതിനകത്ത് 68 ചോദ്യം തിയറി ബേസ്ഡ് ആണ്, ബാക്കി 32 ചോദ്യം പ്രോബ്ലം ബേസ്ഡ് ആണ്. അപ്പൊ ടോട്ടൽ തിയറി ബേസ്ഡ് 68ഉം പ്രോബ്ലം ബേസ്ഡ് എന്താ 32 ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. തിയറി ബേസിൽ 68, പ്രോബ്ലം ബേസിൽ എത്ര 32 ആയിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നു. കമ്പ്യൂട്ടർ പ്രോഗ്രാമർ അല്ലെ അസിസ്റ്റന്റ് പ്രോഗ്രാമിന്റെ സിലബസ് നമ്മൾ കവർ ചെയ്തു. അതുകൂടാതെ സിലബസ് എന്തൊക്കെ പഠിക്കണം എന്ന് വെച്ചു. അപ്പൊ ഏതൊക്കെ ടൈറ്റ് ആയിട്ട് പഠിക്കണം, ഏതൊക്കെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു. ഏതൊക്കെ സെഷനാണ് കൂടുതൽ ടൈറ്റ് ചോദ്യങ്ങൾ കേരള PSC ചോദിക്കുന്നത് നമുക്ക് മനസ്സിലായി. അപ്പൊ നമ്മുടെ മാസ്റ്റർ കീ അക്കാഡമിയുടെ ക്ലാസ്സുകൾ ഇന്ന് മുതൽ ഡിസംബർ 10 മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസിലാണ് നമ്മൾ ഈ കോഴ്സ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അതുകൂടാതെ നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് റെക്കോർഡ് ക്ലാസ് ഉണ്ട്, ലൈവ് ക്ലാസ് ഉണ്ട്. ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിന്റെ റെക്കോർഡ് ക്ലാസ് ഉണ്ട്. ലൈവ് ക്ലാസ്സിൽ നിങ്ങൾക്ക് അധ്യാപകരോട് ഡയറക്റ്റ് ഡൗട്ട് ചോദിച്ച് നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്ത് പഠിക്കാവുന്നതാണ്. അത് കൂടാതെ ഏത് ക്ലാസ് കഴിഞ്ഞാലും അതിന്റെ പ്രിന്റബിൾ PDF നോട്ട്സ് നമ്മൾ തരും. പ്രിന്റബിൾ PDF നോട്ട്സ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മളൊരു 10 പേജ് PPT ഉണ്ടെങ്കിൽ അത് 2-3 പേജായിട്ട് ചുരുക്കി തരും. അപ്പൊ അത് നിങ്ങൾക്ക് പ്രിന്റ് എടുത്ത് വീട്ടിൽ ഇരുന്ന് പഠിക്കാവുന്നതാണ്. അതുകൂടാതെ വീക്കിലി സ്റ്റഡി പ്ലാൻ അനുസരിച്ചുള്ള വീക്കിലി എക്സാം ഉണ്ട്. അപ്പൊ നിങ്ങൾ ഓരോ വീക്കിലും കൃത്യമായ ടോപ്പിക്ക് നമ്മൾ തരും. ആ ടോപ്പിക് അടിസ്ഥാനത്തിൽ നിങ്ങൾ പഠിക്കുന്നു. അങ്ങനെ കൃത്യമായി എല്ലാ വീക്കിലും എക്സാം എഴുതി പോകും. ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാൻ ആണ് മാസ്റ്റർ കീ അക്കാഡമി ഈ കോഴ്സിന് വേണ്ടി, ഈ കോഴ്സ് എന്നല്ല എല്ലാ കോഴ്സിന് വേണ്ടി നമ്മൾ ഒരുക്കിയിരിക്കുന്നു. അതുകൂടാതെ മാക്സിമം മോഡൽ എക്സാം അടുക്കുമ്പോഴത്തേക്ക് മാക്സിമം മോഡൽ എക്സാം നമ്മൾ തരും. ആ മോഡൽ എക്സാം നിങ്ങൾ കൃത്യമായിട്ട് എഴുതി നോക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മാസ്റ്റർ കീ അക്കാഡമി നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ ഫീസ് വെറും 4000 രൂപയാണ് നമ്മുടെ കോഴ്സിന്റെ ഫീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് ജോയിൻ ചെയ്യുന്നവർക്ക് വെറും 3500 രൂപയാണ്. അപ്പൊ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ എങ്കിൽ നമ്മുടെ മാസ്റ്റർ കീ അക്കാഡമിയുടെ കോൺടാക്ട് നമ്പറുമായി ബന്ധപ്പെടുക. അപ്പൊ ഡൗട്ട് ക്ലിയർ എല്ലാം ചെയ്തു തരും. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.